സക്സസ് ഫയലിലേക്ക് സ്വാഗതം. നമ്മൾ ഈ ക്ലാസ്സിലൂടെ നോക്കാൻ പോകുന്നത് PSC ബുള്ളറ്റിനിൽ ഹൃദയം എന്ന ടോപ്പിക്കിൽ നിന്നും തന്നിരിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ്. മുഴുവൻ ക്വസ്റ്റ്യൻസും കാണുക. ചിലപ്പോൾ ഈ ചോദ്യങ്ങളിൽ നിന്നൊക്കെ ആയിരിക്കും എക്സാമിന് ചോദ്യം വരിക. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യത്തെ ചോദ്യം, ഹൃദയത്തിലേക്ക് രക്തം കൊണ്ടുവരുന്ന രക്തക്കുഴലുകൾ. ഹൃദയത്തിലേക്ക് രക്തം കൊണ്ടുവരുന്ന രക്തക്കുഴലുകളാണ് സിരകൾ അല്ലെങ്കിൽ വെയിൻ എന്നത്. സിരകൾ അല്ലെങ്കിൽ വെയിൻ എന്നത് ഹൃദയത്തിലേക്ക് രക്തം കൊണ്ടുവരുന്ന രക്തക്കുഴലുകളാണ്. ഇനി ഹൃദയത്തിൽ നിന്നും ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് രക്തം കൊണ്ടുപോകുന്ന രക്തക്കുഴലുകളാണ് ധമനികൾ അഥവാ ആർട്ടറി എന്നത്. ഹൃദയത്തിൽ നിന്നും ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് രക്തം കൊണ്ടുപോകുന്ന രക്തക്കുഴലുകളാണ് ധമനികൾ അഥവാ ആർട്ടറി എന്നത്. സിരകളെയും ധമനികളെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന നേർത്ത രക്തക്കുഴലുകളാണ് ലോമികകൾ. സിരകളെയും ധമനികളെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന നേർത്ത രക്തക്കുഴലുകളാണ് ലോമികകൾ. ലോമികകൾ കണ്ടുപിടിച്ചത് ആര്? മാർസെല്ലോ മാൽപിജി ആണ് ലോമികകൾ കണ്ടുപിടിച്ചത്. ലോമികകൾ കണ്ടുപിടിച്ചത് മാർസെല്ലോ മാൽപിജി. നാഡിമിടിപ്പ് അറിയാനായി തൊട്ടു നോക്കുന്ന രക്തക്കുഴൽ ഏതാണ്? ധമനിയാണ്. നാഡിമിടിപ്പ് അറിയാനായിട്ട് തൊട്ടു നോക്കുന്ന രക്തക്കുഴലുകളാണ് ധമനി. ഹൃദയമിടിപ്പ് മൂലം ധമനികളിൽ ഉണ്ടാകുന്ന സ്പന്ദനമാണ് പൾസ്, നാഡീസ്പന്ദനം, നാഡിമിടിപ്പ് എന്നൊക്കെ അറിയപ്പെടുന്നത്. ഹൃദയമിടിപ്പ് മൂലം ധമനികളിൽ ഉണ്ടാകുന്ന ധമനികളിൽ ഉണ്ടാകുന്ന സ്പന്ദനമാണ് പൾസ്, നാഡീസ്പന്ദനം, നാഡിമിടിപ്പ് എന്നൊക്കെ അറിയപ്പെടുന്നത്. മനുഷ്യഭ്രൂണം എത്ര ദിവസം പ്രായമാകുമ്പോഴാണ് ഹൃദയം സ്പന്ദിക്കാൻ തുടങ്ങുന്നത്? മനുഷ്യഭ്രൂണം 22 ദിവസം പ്രായമാകുമ്പോഴാണ് ഹൃദയം സ്പന്ദിക്കാൻ തുടങ്ങുന്നത്. ഹൃദയത്തിലേക്ക് അശുദ്ധ രക്തം എത്തിക്കുന്ന രക്തക്കുഴലുകളാണ് ഊർധ്വമഹാസിര അല്ലെങ്കിൽ ഊർധ്വമഹാസിര, അധോമഹാസിര എന്നിവ. ഹൃദയത്തിലേക്ക് അശുദ്ധ രക്തം എത്തിക്കുന്ന രക്തക്കുഴലുകളാണ് ഊർധ്വമഹാസിര, അധോമഹാസിര എന്നിവ. അവയവങ്ങളിൽ നിന്നും അവയവങ്ങളിലേക്ക് രക്തം കൊണ്ടുപോകുന്ന രക്തക്കുഴലുകളാണ് പോർട്ടൽ സിരകൾ. അവയവങ്ങളിൽ നിന്നും അവയവങ്ങളിലേക്ക് രക്തം കൊണ്ടുപോകുന്ന രക്തക്കുഴലുകളാണ് പോർട്ടൽ സിരകൾ. രക്തക്കുഴലുകളിൽ നിന്നും രക്തം തിരികെ ഹൃദയ അറകളിലേക്ക് പ്രവേശിക്കാതിരിക്കാൻ സഹായിക്കുന്ന വാൽവുകളാണ് അർദ്ധചന്ദ്രാകാര വാൽവുകൾ, സെമി ലൂണാർ വാൽവ്. എന്താണ് ചെയ്യുന്നത്? രക്തക്കുഴലുകളിൽ നിന്നും രക്തം തിരികെ ഹൃദയ അറകളിലേക്ക് പ്രവേശിക്കാതിരിക്കാൻ സഹായിക്കുന്ന വാൽവുകളാണ് അർദ്ധചന്ദ്രാകാര വാൽവുകൾ. ഹൃദയത്തിന്റെ ഇടതും വലതും ഭാഗങ്ങളെ വേർതിരിക്കുകയും രക്തം ശരിയായ രീതിയിൽ ഒഴുകാൻ സഹായിക്കുകയും ചെയ്യുന്ന ഭിത്തിയാണ് സെപ്റ്റം. ഹൃദയത്തിന്റെ ഇടതും വലതും ഭാഗങ്ങളെ വേർതിരിക്കുകയും രക്തം ശരിയായ രീതിയിൽ ഒഴുകാൻ സഹായിക്കുകയും ചെയ്യുന്ന ഭിത്തിയാണ് സെപ്റ്റം. ഇടതും വലതും ഏട്രിയങ്ങളെ തമ്മിൽ വേർതിരിക്കുന്ന ടിഷ്യൂ ഭിത്തിയാണ് ഇന്റർ ഏട്രിയൽ സെപ്റ്റം അല്ലെങ്കിൽ ഏട്രിയൽ സെപ്റ്റം. ഇടതും വലതും ഏട്രിയങ്ങളെ തമ്മിൽ വേർതിരിക്കുന്ന ടിഷ്യൂ ഭിത്തിയാണ് ഇന്റർ ഏട്രിയൽ സെപ്റ്റം അല്ലെങ്കിൽ ഏട്രിയൽ സെപ്റ്റം. ഇടതും വലതും വെൻട്രിക്കുകളെ തമ്മിൽ വേർതിരിക്കുന്ന ടിഷ്യൂ ഭിത്തിയാണ് ഇന്റർ വെൻട്രിക്കുലാർ സെപ്റ്റം അല്ലെങ്കിൽ വെൻട്രിക്കുലാർ സെപ്റ്റം. ഇടത് വലതും വെൻട്രിക്കുകളെ തമ്മിൽ വേർതിരിക്കുന്ന ടിഷ്യൂ ഭിത്തിയാണ് ഇന്റർ വെൻട്രിക്കുലാർ സെപ്റ്റം. ഹൃദയത്തിന്റെ പേസ് മേക്കർ എന്നറിയപ്പെടുന്നത് SA നോഡാണ്. ഹൃദയത്തിന്റെ പേസ് മേക്കർ എന്നറിയപ്പെടുന്നത് SA നോഡ്. ഹൃദയത്തിന്റെ താഴത്തെ അറകളായ വെൻട്രിക്കുകളിൽ പരസ്പരം വേർതിരിക്കപ്പെടുന്ന ഭിത്തിക്കുള്ളിൽ കാണപ്പെടുന്ന പ്രത്യേകതരം ഹൃദയപേശി തന്തുക്കൾ പാർക്കിൻജി തന്തുക്കൾ. ജോഹനസ് ഇവാഞ്ചലിസ്റ്റസ് പാർക്കിൻജിയാണ് ഇവയെ ആദ്യമായിട്ട് കണ്ടെത്തിയത്. ഹൃദയത്തിന്റെ താഴത്തെ അറകളായ
വെൻട്രിക്കുകളിൽ പരസ്പരം വേർതിരിക്കപ്പെടുന്ന ഭിത്തിക്കുള്ളിൽ കാണപ്പെടുന്ന പ്രത്യേക തരം ഹൃദയപേശി തന്തുക്കളാണ് പാർക്കിൻജി തന്തുക്കൾ. ജോഹന്നസ് ഇവാഞ്ചലിസ്റ്റസ് പാർക്കിൻജിയാണ് ഇവയെ ആദ്യമായിട്ട് കണ്ടെത്തിയത്. അടുത്ത ചോദ്യം, ഹൃദയമിടിപ്പ് ഏറ്റവും കുറഞ്ഞ സസ്തനം ഏതാണ്? ഏറ്റവും കുറഞ്ഞത് നീലത്തിമിംഗലമാണ്. ഏറ്റവും വലിപ്പം കൂടിയ ഹൃദയമുള്ള ജീവിയാണ് നീലത്തിമിംഗലം. ഹൃദയമിടിപ്പ് ഏറ്റവും കുറഞ്ഞ സസ്തനം ഏതാണ്? നീലത്തിമിംഗലമാണ്. അതുപോലെ ഏറ്റവും വലിപ്പം കൂടിയ ഹൃദയമുള്ള ജീവി ഏത് എന്ന് ചോദിച്ചാലും നീലത്തിമിംഗലമാണ്. ഹൃദയത്തിൽ 4 അറകളുള്ള ഒരേ ഒരു ഉരഗമാണ് മുതലം. ഹൃദയത്തിന് 4 അറകളുള്ള ഒരേ ഒരു ഉരഗമാണ് മുതലം. ഇനി ജീവികളും അവയുടെ അറകളുടെ എണ്ണവുമാണ് തന്നിരിക്കുന്നത്. ഹൃദയ അറകളുടെ എണ്ണം പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്. മത്സ്യത്തിൻ്റെ ഹൃദയ അറകളുടെ എണ്ണം എത്രയാണ്? 2 ആണ്. മത്സ്യത്തിൻ്റേത് 2. ഉഭയജീവികൾ 3, ഉരഗങ്ങൾ 3, പക്ഷികൾ 4, സസ്തനികൾ 4, പാറ്റ 13. ഒന്നും കൂടി നോക്കാം. മത്സ്യം 2, ഉഭയജീവികൾ 3, ഉരഗങ്ങൾ 3, പക്ഷികൾ 4, സസ്തനികൾ 4, പാറ്റ 3. 5 ഹൃദയമുള്ള ജീവി മണ്ണിര. മണ്ണിരയുടെ ഹൃദയ അറകളുടെ എണ്ണം 5 ഹൃദയങ്ങളുള്ള ജീവിയാണ് മണ്ണിര. 5 ഹൃദയങ്ങളുള്ള ജീവിയാണ് മണ്ണിര. ആദ്യത്തെ കൃത്രിമ ഹൃദയമാണ് ജാർവിക് 7. ആദ്യത്തെ കൃത്രിമ ഹൃദയമാണ് ജാർവിക് 7. ജാർവിക് 7 എന്നത് 1980കളിൽ ഡോക്ടർ റോബർട്ട് ജാർവിക്കിൻ്റെയും അദ്ദേഹത്തിൻ്റെ ടീമിൻ്റെയും നേതൃത്വത്തിൽ യുഡാക് സർവകലാശാലയിൽ വികസിപ്പിച്ചെടുത്ത ന്യൂമാറ്റിക്കായി പ്രവർത്തിക്കുന്ന ഒരു ടോട്ടൽ ആർട്ടിഫിഷ്യൽ ഹാർട്ട് ആണ് ജാർവിക് 7. 1982 ഡിസംബർ 2 ആദ്യമായിട്ട് ഈ ഹൃദയം 61 വയസ്സുള്ള ഡോക്ടർ ബാർണി ക്ലാർക്ക് എന്ന വിരമിച്ച ദന്തവൈദ്യരിൽ സ്ഥാപിച്ചത്. 1991 ജാർവിക് 7 കാർഡിയോ വെസ്റ്റ് ടോട്ടൽ ആർട്ടിഫിഷ്യൽ ഹാർട്ട് എന്ന് പുനർനാമകരണം ചെയ്തു. 1991 കാർഡിയോ വെസ്റ്റ് ടോട്ടൽ ആർട്ടിഫിഷ്യൽ ഹാർട്ട് എന്ന് പുനർനാമകരണം ചെയ്തു. ലോകത്തിലെ ആദ്യത്തെ ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടത്തിയത് ഡോക്ടർ ക്രിസ്ത്യൻ ബെർണാഡ് ആണ്. സൗത്ത് ആഫ്രിക്കയിൽ 1967 ഡിസംബർ 3. ലോകത്തിലെ ആദ്യത്തെ ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടത്തിയത് ഡോക്ടർ ക്രിസ്ത്യൻ ബെർണാഡ്. ഡോക്ടർ ക്രിസ്ത്യൻ ബെർണാഡിൻ്റെ ആത്മകഥകളാണ് വൺ ലൈഫ് 1969, ദി സെക്കൻഡ് ലൈഫ് 1993. ഡോക്ടർ ക്രിസ്ത്യൻ ബെർണാഡിൻ്റെ ആത്മകഥകളാണ് വൺ ലൈഫ് എന്നതും ദി സെക്കൻഡ് ലൈഫ് എന്നതും. ഇന്ത്യയിൽ ആദ്യമായി ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടത്തിയത് ഇന്ത്യയിൽ ഡോക്ടർ പി വേണുഗോപാലാണ്. നോട്ട് ചെയ്ത് വയ്ക്കാം. ഇന്ത്യയിൽ ആദ്യമായിട്ട് ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടത്തിയത് ഡോക്ടർ പി വേണുഗോപാലാണ്. ന്യൂഡൽഹിയിൽ 1994 ഓഗസ്റ്റ് 3. ദേശീയ ഹൃദയമാറ്റ ദിനമായിട്ട് ആചരിക്കുന്നത് ഓഗസ്റ്റ് 3. ദേശീയ ഹൃദയമാറ്റ ദിനം എന്നാണ് ഓഗസ്റ്റ് 3. ലോക ഹൃദയ ദിനം എന്നാണ് സെപ്റ്റംബർ 29. ലോക ഹൃദയ ദിനം സെപ്റ്റംബർ 29. കേരളത്തിൽ ആദ്യമായി ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടത്തിയത് ഡോക്ടർ ജോസ് ചാക്കോ പെരിയപുറം, മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ, എറണാകുളം, 2003 മെയ് 13. കേരളത്തിൽ ആദ്യമായിട്ട് ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടത്തിയത് ഡോക്ടർ ജോസ് ചാക്കോ പെരിയപുറം. ഒരേ രോഗിയിൽ തന്നെ ഹൃദയവും ശ്വാസകോശവും ഒരുമിച്ച് മാറ്റിവെച്ച ശസ്ത്രക്രിയ നടത്തിയത് ബ്രൂസ് റിറ്റസ് ആണ്. 1981 മാർച്ച് 9. കൃത്രിമ ഹൃദയവാൽവ് നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന പ്ലാസ്റ്റിക് ആണ് ടെഫ്ലോൺ.
കൃത്രിമ ഹൃദയ വാൽവ് നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന പ്ലാസ്റ്റിക് ടെഫ്ലോൺ. ആദ്യമായി ഹൃദയമാറ്റ ശസ്ത്രക്രിയയിലൂടെ ഹൃദയം സ്വീകരിച്ച വ്യക്തി ലൂയിസ് വാഷ്കാൻസ് ആണ്. ലൂയിസ് വാഷ്കാൻസ്. പുതുതായി സ്വീകരിച്ച ഒരു അവയവത്തെ നമ്മുടെ ശരീരം തിരസ്കരിക്കുന്നത് തടയുന്നതിന് ഉപയോഗിക്കുന്ന ഔഷധമാണ് സൈക്ലോസ്പോറിൻ. ഔഷധത്തിൻ്റെ പേര് സൈക്ലോസ്പോറിൻ. പുതുതായി സ്വീകരിച്ച ഒരു അവയവത്തെ നമ്മുടെ ശരീരം തിരസ്കരിക്കുന്നത് തടയുന്നതിന് ഉപയോഗിക്കുന്ന ഔഷധമാണ് സൈക്ലോസ്പോറിൻ. ഹൃദയസ്പന്ദനം നിയന്ത്രിക്കുന്ന മസ്തിഷ്കത്തിലെ ഭാഗമാണ് മെഡുല ഒബ്ലാങ്കേറ്റ. ഹൃദയസ്പന്ദനം നിയന്ത്രിക്കുന്ന മസ്തിഷ്കത്തിലെ ഭാഗം മെഡുല ഒബ്ലാങ്കേറ്റ. ഇലക്ട്രോകാർഡിയോഗ്രാഫ് ECG ഏത് അവയവത്തിൻ്റെ പ്രവർത്തനം പരിശോധിക്കുന്നതിനാണ് ഉപയോഗിക്കുന്നത്? ECG ഇലക്ട്രോകാർഡിയോഗ്രാഫ് ഹൃദയത്തിൻ്റെതാണ്. ഹൃദയത്തിൻ്റെ പ്രവർത്തനം പരിശോധിക്കുന്നതിനാണ് ഉപയോഗിക്കുന്നത്. ECG കണ്ടുപിടിച്ചത് വില്യം എന്തോവൻ ആണ്. വില്യം എന്തോവൻ. ECG കണ്ടുപിടിച്ചത് വില്യം എന്തോവൻ. ഹൃദയമിടിപ്പ് പരിശോധിക്കുന്നതിന് ഉപയോഗിക്കുന്ന ഉപകരണമാണ് സ്റ്റെതസ്കോപ്പ്. സ്റ്റെതസ്കോപ്പ് കണ്ടുപിടിച്ചത് ആരാണ്? റെനെ ലെനക്കാണ്. റെനെ ലെനക്കാണ് സ്റ്റെതസ്കോപ്പ് കണ്ടുപിടിച്ചത്. രക്തസമ്മർദ്ദം അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് സ്ഫിഗ്മോമാനോമീറ്റർ. രക്തസമ്മർദ്ദം അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് സ്ഫിഗ്മോമാനോമീറ്റർ. സ്ഫിഗ്മോമാനോമീറ്റർ കണ്ടുപിടിച്ചത് ആരാണ്? കാൾ റിട്ടർ ആണ്. സ്ഫിഗ്മോമാനോമീറ്റർ കണ്ടുപിടിച്ചത് കാൾ റിട്ടർ. ഇത്രയും ചോദ്യങ്ങളാണ് ഈ ഒരു ഭാഗത്ത് തന്നിരിക്കുന്നത്. മുഴുവൻ ക്വസ്റ്റ്യൻസും പഠിക്കുക. പരീക്ഷയ്ക്ക് വരാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻസ് ആണ്. അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക്